ഞാൻ ഇന്ന് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു രസം കറിയാണ്. അപ്പോൾ നമുക്ക് രസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ തക്കാളി എടുത്ത് റെഡിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഞൊടിപ്പൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് അതൊന്ന് വാഷ് ചെയ്തെടുക്കാം. ഞാൻ അതിനകത്ത് തക്കാളി ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ മോൾ വശം ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട്. കാരണം നമുക്കിത് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് തക്കാളിയെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് ഒന്ന് വേകട്ടെ. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട മസാലകളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. നമുക്ക് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് അരിഞ്ഞ് അതിന് വേണ്ട കൂട്ടുകളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഞാൻ ആദ്യം തന്നെ ഇപ്പം ഇനി നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം. ഞാൻ ആദ്യം സവാള എടുത്തിട്ടുണ്ട്. സവാള ആദ്യം നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ക്ലീനാക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ആണ് ഈ രസം കറി. നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് ജസ്റ്റ് നമുക്ക് ഒരു നല്ലതാണ്. ഗ്യാസ് അങ്ങനെയൊക്കെ പ്രശ്നമുള്ളവർക്കൊക്കെ രസം കറി നല്ലതാണ്. ഒരു സൈഡായിട്ട് കുറച്ച് നമ്മൾ കൂട്ടുന്നത്. സവാള ഞാൻ തൊലിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിനി അരിഞ്ഞെടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ മിക്സിയിലിട്ടാണ് ചതച്ചെടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇടിക്കുന്ന ഇതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് ചതച്ചിട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പം ഞാനതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് ഇനി ഇത് ചതച്ച് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൂടുള്ള സാധനങ്ങൾ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടില്ല. ഇതിൽ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം, നമുക്കറിയാൻ പറ്റും. നമുക്ക് നമ്മൾ ചൂടോടാണ് ഇപ്പോൾ മിക്സിയിൽ ഇടുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞാനിപ്പോൾ സവാള എടുത്ത് ഇതിലിട്ടിട്ടുണ്ട്. മിക്സിയുടെ ജാറിലിട്ടിട്ട് ഞാനിത് ഒന്ന് അരച്ചെടുക്കാനായിട്ട് പോവാണ്. നമ്മുടെ തക്കാളി അവിടെ ഇരുന്ന് വേവുന്നുണ്ട്. അത് വേകുന്നിടം വരെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇനി ഞാൻ കുറച്ച് കുരുമുളകാണ് അതിലേക്കിടുന്നത്. കുരുമുളക് ഇട്ട് കുറച്ച് ജീരകം ഇതെല്ലാം അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ കൂട്ടൊന്ന് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് മാറ്റി വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇത് ഏകദേശം വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ തക്കാളി നല്ല രീതിയിൽ വേകുന്നുണ്ട്. ആ ടൈം കൊണ്ട് നമുക്ക് പാൻ വെച്ചെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കടുക് വേണം. പിന്നെ വറ്റൽമുളക്, കായം, മഞ്ഞൾ പൊടി, പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടും കൂടെ നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് പുളിയും കൂടെ വേണം. അത് നോർമൽ ഇഞ്ചി പുളി ആണെന്ന് എനിക്ക് തോന്നുന്നത്. പേര് എനിക്കറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു പുളിയാണ്. നമ്മുടെ വാളംപുളി അല്ല, കറുത്ത ഇരിക്കുന്ന പുളിയല്ല. ഇനി ഞാൻ നമ്മുടെ എണ്ണ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊന്ന് പൊട്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വറ്റൽമുളകാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കായം പൊടി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. സിബർണർ കുറച്ച് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് റെഡി ആയിട്ടുണ്ട്. അത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല വെന്തൊന്ന് പൊളന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ നമുക്കൊന്ന് ഉരിഞ്ഞെടുക്കണം. തക്കാളിയുടെ തൊലി നമുക്കൊന്ന് ഉരിഞ്ഞെടുക്കണം, ഒന്ന് ക്ലീൻ ആക്കണം. ഇത് നല്ല ചൂടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. നല്ല ചൂടാണ്, കയ്യെല്ലാം പൊള്ളും. എൻ്റെ ഹസ്ബൻഡാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
കൈ പൊള്ളുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതെടുത്ത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. ഈ തക്കാളി മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം നമുക്ക്. ഇനി ഒരു തക്കാളിയും കൂടെ ഉണ്ട്, അതുകൂടെ നമുക്ക് വേഗം തന്നെ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനതെല്ലാം മിക്സിയിലിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നതാണ്, കാരണം ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇനി മിക്സി ജാറൊക്കെ അടച്ച് വെച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു ജസ്റ്റ് ഒരു സെക്കൻഡൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. അത് നമുക്ക് എല്ലാ രീതിയിൽ അരിഞ്ഞിട്ട്, പിന്നെ ഒരു കാര്യം, ഇത് ചൂടോടെ നമ്മൾ മിക്സിയിൽ ഒരിക്കലും ഇട്ട് ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോൾ ചൂടോടാണ് ഇട്ടത്, പക്ഷേ അത് വളരെ ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ആരും ചൂട് തണുത്ത് കഴിഞ്ഞിട്ട് എല്ലാവരും ഇത് മിക്സിയിലേക്ക് ഇടാവും. ഇനി ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ ഒരു മിക്സ് അത് ഇതിലേക്ക് പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പുളിയുടെ വെള്ളവും പുളിയും കൂടെ ഇതിലേക്കൊന്ന് ആഡ് ചെയ്യണം. ജസ്റ്റ് മിക്സി ഒന്ന് അതിൻ്റെ അകത്തൊന്ന് കഴുകി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളിവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മിക്സും കൂടെ ഞാൻ അതിലേക്കൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് ആ ഒരു മിക്സ് നമുക്ക് ഇനിയൊന്ന് അതിലേക്ക് മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഏകദേശം ഇപ്പം തന്നെ നമ്മുടെ രസം കറിയുടെ ഒരു മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുരുമുളക് ആഡ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇനിയും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പില്ലെങ്കിൽ ലാസ്റ്റ് പിന്നിട്ട് കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. അത് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം തന്നെ ഏകദേശം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഇച്ചിരി കുറച്ചൊരു സാമ്പാർ പൊടി അതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ സാമ്പാർ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്തതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല രീതിയിൽ രസം കറി തിളയ്ക്കുന്നുണ്ട്. അത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം എടുക്കുക. ആ പുളിവെള്ളം നമ്മൾ എടുത്തു വെച്ചിരുന്നത് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ പുതിന ഇലയാണ്. അത് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളൊന്ന് കഴുകി റെഡിയാക്കി ഇതിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കണം. അതാണ് ലാസ്റ്റിലായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. പുതിനയില നമ്മൾ ഒന്ന് മുറിച്ച് ചെറിയ ചെറിയ പീസ്, നമുക്ക് ചെറിയ ഇലയാണ്ട് കൈ കൊണ്ട് തന്നെ നമുക്ക് മുറിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതൊന്ന് മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കണം. ഒന്ന് തുറന്ന് കൊടുക്കാം. ഇനി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. പുതിനയില ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഇത് രസം കറി ഇപ്പോൾ തന്നെ റെഡി ആയിട്ടുണ്ട് ഓൾറെഡി. പുതിനയില കൂടി ഇട്ട് നമുക്ക് രസം കറി റെഡി ആയിക്കഴിഞ്ഞ് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് ഇച്ചിരി അടച്ച് വെച്ച് കഴിയുമ്പോൾ ആ പുതിനയിലയുടെ മണമൊക്കെ ഒന്ന് വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇതാവും. അങ്ങനെ നമ്മുടെ പുതിനയില റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഇത് നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ഒക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇത് പെട്ടെന്ന് വെറും 7 മിനിറ്റ് കൊണ്ട് അല്ല 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാവുന്ന ഒരു വിഭവമാണ് ഈ രസം കറി റെസിപ്പി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.